ഏറ്റവും നടുക്കുന്നൊരു വാർത്ത തിരുവനന്തപുരത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. തിരുവനന്തപുരം വർക്കലയിൽ സഹോദരിമാർ പീഡനത്തിനിരയായി. 13ഉം 17 വയസ്സുള്ള കുട്ടികളാണ് പീഡനത്തിനിരയായത്. കേസിൽ കൊല്ലം ശക്തികുളങ്ങര സ്വദേശി മനു, 17-കാരനായ വർക്കല സ്വദേശിയും അറസ്റ്റിലായിട്ടുണ്ട്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. ഷഫീദ്, എന്താണ് സംഭവം? ഈ പ്രതികളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? സുഹേരി, ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ് തിരുവനന്തപുരം വർക്കലയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്. അയിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് 13ഉം 17ഉം വയസ്സുള്ള രണ്ട് സഹോദരിമാർ പീഡനത്തിന് ഇരയായത്. പ്രണയം നടിച്ചുള്ള പീഡനം എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പറയുന്ന കാര്യം. ഈ 13 വയസ്സുകാരി സ്ഥിരമായി സ്കൂളിൽ പോകുന്ന സ്വകാര്യ ബസ്സിലെ കണ്ടക്ടറായ കൊല്ലം ശക്തികുളങ്ങര പള്ളിത്തെക്കേതിൽ മനു എന്നയാൾ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. മാത്രവുമല്ല, ഇയാൾക്കൊപ്പം 17-കാരനായ മറ്റൊരു വർക്കല സ്വദേശി കൂടി പിടിയിലായിട്ടുണ്ട്. ഇതിൽ പോലീസ് പറയുന്ന കാര്യം, ഈ പിടിയിലായിട്ടുള്ള പ്രതികളിൽ ഒരാളായ 17-കാരന്റെ സഹപാഠിയാണ് പീഡനത്തിനിരയായ മുതിർന്ന കുട്ടി എന്നുള്ള കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ഈ പെൺകുട്ടികൾ ഇവരുടെ പ്രണയത്തിൽ വിശ്വസിക്കുകയും ഇത് ചൂഷണം ചെയ്ത യുവാക്കൾ ഈ പെൺകുട്ടികളെ പീഡിപ്പിക്കുകയുമായിരുന്നു എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം. കഴിഞ്ഞ ദിവസം രാത്രിയിൽ പെൺകുട്ടികളുടെ വീട്ടിൽ വെച്ച് ഈ വീട്ടിൽ എത്തിയ ഈ രണ്ടുപേരെയും, വീട്ടിലേക്ക് വരാനായിരുന്ന രണ്ടുപേരെയും നാട്ടുകാർ ഇടപെട്ട് പിടികൂടിയിരുന്നു. അതിനുശേഷം പോലീസിന് കൈമാറി. തുടർന്ന് പോലീസ് അന്വേഷിച്ചപ്പോഴും ചോദ്യം ചെയ്തപ്പോഴുമാണ് പെൺകുട്ടികൾ ഇരുവരും ശാരീരികമായി ചൂഷണം ചെയ്യപ്പെട്ടു, അല്ലെങ്കിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യം പോലീസിനോട് പറയുന്നത്. ഏതായാലും വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. അറസ്റ്റിലായ മനുവിനെ കോടതി റിമാൻഡ് ചെയ്തു. 17-കാരനായ ആളെ ജുവനൈൽ കോടതിയിൽ ഹാജരാക്കിയിട്ടുമുണ്ട്. അങ്ങേയറ്റം നടുക്കുന്നൊരു വാർത്തയാണ്. 13ഉം 17 വയസ്സുള്ള സഹോദരിമാരെയാണ് പീഡനത്തിനിരയാക്കിയിരിക്കുന്നത്. സംഭവത്തിൽ പ്രായപൂർത്തിയാകാത്ത 17 വയസ്സുകാരനായ ഒരു യുവാവും മറ്റൊരു യുവാവും പിടിയിലായിരിക്കുന്ന വാർത്തയുടെ വിശദാംശങ്ങളാണ് ഷഫീദ് റാവുത്തർ തിരുവനന്തപുരത്ത് നൽകിയത്.